ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നത്തെ സുവിശേഷത്തിൽ ലൂക്കാ സുവിശേഷകൻ 2-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് ഈശോയെ കാണാതാകുന്ന സംഭവം വിവരിക്കുന്നുണ്ട്. വളരെ ഹൃദയസ്പർശിയായ ഒരു വിവരണമാണ്. ദൈവഭക്തരായ എല്ലാ യഹൂദരും മുടങ്ങാതെ ദൈവാലയത്തിൽ പോകുന്ന 3 കടമുള്ള ദിവസങ്ങൾ യഹൂദർക്കുണ്ട്. പെസഹ, കൂടാരത്തിരുന്നാൾ, പെന്തക്കോസ്ത. ഈ തിരുനാളുകളിൽ യഹൂദർ ലോകത്തിന്റെ എവിടെയാണെങ്കിലും അവര് ജെറുസലേമിൽ പാഞ്ഞെത്തും, തിരുനാൾ ആഘോഷിക്കും. നീതിമാനും നിയമനിഷ്ഠയുള്ളവനുമായ യൗസേപ്പ് സകുടുംബം ഈ തിരുനാളുകൾക്ക് പോകുമായിരുന്നു. ഏതാനും ദിവസം അവിടെ ചെലവഴിച്ച ശേഷം വീട്ടിലേക്ക് മടങ്ങും. ഒരു ദിവസം തിരുനാളിന് ശേഷം മടക്കയാത്രയിൽ ഒരു ദിവസത്തെ യാത്ര പിന്നിട്ട ശേഷമാണ് പ്രിയപുത്രൻ കൂടെയില്ലെന്ന് മാതാവിനും യൗസേപ്പ് പിതാവിനും തിരിച്ചറിയാൻ സാധിച്ചത്. വളരെ തിക്കും തിരക്കും ആരവവും ഉയർത്തുന്ന ഈ പുണ്യനഗരത്തിൽ കാണാതായ ഈ 12 വയസ്സുകാരനെ കണ്ടെത്തുക അത്ര എളുപ്പമല്ല. ഇന്നത്തെ പോലുള്ള ആധുനിക സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒന്നും അന്നില്ലല്ലോ. അന്വേഷണം 3 ദിവസം പിന്നിട്ടപ്പോഴാണ് ദൈവാലയ അങ്കണത്തിൽ വെച്ച് ഈശോയെ മാതാപിതാക്കൾ കണ്ടെത്തുന്നത്. അവിടെ ആകട്ടെ പണ്ഡിതരായ ദൈവശാസ്ത്രജ്ഞന്മാരുമായി ഒരു വിജ്ഞാനിയുടെ ചാതുര്യത്തോടെ വേദശാസ്ത്ര വിഷയങ്ങളിൽ തർക്കിക്കുന്ന ഈശോയെയാണ് മാതാപിതാക്കൾ കണ്ടെത്തിയത്. സഭാപിതാവായ ഒരിജിൻ പറയുന്നത്, വചനമാകുന്ന ദൈവത്തെ, ഈശോയെ കണ്ടെത്താൻ മാതാപിതാക്കൾ കാണിച്ച ആ ഒരു പ്രത്യേക തീക്ഷ്ണത, ആ തീക്ഷ്ണത ദൈവവചനം വായിക്കാനും പഠിക്കാനും ധ്യാനിക്കാനും നമ്മൾ കാട്ടണം എന്നതാണ്. നമ്മുടേതായ ഒരു എളിയ രീതിയിൽ ചിന്തിച്ചാൽ മാതാവിന്റെ 7 വ്യാകുലങ്ങൾക്കുമപ്പുറം ഒരു വ്യാകുലമാണ് ഈ പൈതലിനെ കാണാതായ സംഭവം നൽകിയ വേദന. കാരണം ഈശോ എവിടെ ആയിരിക്കുന്നു അവിടെ സ്വർഗമാണ്. ഈശോയോടൊപ്പമായിരിക്കുന്നത് സ്വർഗത്തിലായിരിക്കുന്നതിന് തുല്യമാണ്. ഈശോയെ നഷ്ടമായെന്ന് പറഞ്ഞാൽ സ്വർഗം നഷ്ടമായെന്നാണ് അർത്ഥം. അല്പം മുൻപ് വരെ വിരൽത്തുമ്പിലുണ്ടായിരുന്ന സ്വർഗമാണ് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത്. നഷ്ടമായത് ലോകത്തിന്റെ പ്രകാശമായവനെയാണ്. പ്രകാശം നഷ്ടമായാൽ പിന്നെ അന്ധകാരം എന്നല്ലേ അർത്ഥം. ആ അന്ധകാരത്തിലേക്ക് വീഴുന്നത്, സ്വർഗം നഷ്ടമാകുന്നത് മറ്റേതൊരു വ്യാകുലത്തെക്കാളും വലിയ ഒരു വ്യാകുലമാണെന്ന് തിരിച്ചറിയണം. ഈ സംഭവത്തിന് ശേഷം ഈശോയെ ദൈവാലയത്തിലാണ് കണ്ടെത്തുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളെ
നമുക്കും നഷ്ടമാവുന്നുണ്ട്. ഈശോ ഒരു മാൻ മിസ്സിംഗ് ആയിരുന്നെങ്കിൽ നമ്മളുടെ കുഞ്ഞുങ്ങളെ പലതരത്തിൽ മിസ്സാവുന്നുണ്ട്. മാതാപിതാക്കൾ വൃദ്ധരായി കഴിയുമ്പോൾ അവരൊരു ഭാരമാണെന്ന് തോന്നുമ്പോൾ ആ മാതാപിതാക്കൾക്ക് മക്കൾ മിസ്സാകുന്നുണ്ട്. ഇഷ്ടപ്പെട്ടവരെ വിവാഹം കഴിക്കാൻ വേണ്ടി മാതാപിതാക്കളെയും ദൈവത്തെയും മറന്ന് ചില മക്കൾ പോകുമ്പോൾ ആ മക്കളും മിസ്സിങ്ങിലാണ്. ഈശോ ഈ സംഭവത്തിന് ശേഷം മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ട് ജീവിച്ചു എന്നാണ് നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇതുപോലെ മിസ്സാകരുതേ. മിസ്സായാലും ദൈവാലയത്തിൽ കണ്ടെത്താൻ കഴിയാവുന്ന വിധത്തിൽ അവരെ ദൈവാലയവുമായി അടുപ്പിച്ചു നിർത്താൻ നമുക്ക് സാധിക്കണമേ. ഈശോ മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ടു എന്ന് പറഞ്ഞതുപോലെ കുഞ്ഞുങ്ങൾ മാതാപിതാക്കൾക്കും ദൈവത്തിനും വിധേയപ്പെട്ട് ജീവിക്കാനുള്ള കൃപ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ.